നമുക്ക് രേവതിയുടെ സച്ചിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശ്രുതിയും കൂടെ ഭയങ്കര സന്തോഷത്തിലാണ്. ശ്രുതിയോട് ശ്രുതി പറഞ്ഞു, മിക്കവാറും സച്ചിനെ വിടാനൊന്നും വഴിയില്ല. ശ്രുതി പറഞ്ഞു, എങ്ങനെ വിടാനായിട്ടാ? വക്കീല് പോലും ഇല്ലാതില്ല അച്ഛമ്മ പോയിരിക്കുന്നേ. വക്കീലുണ്ടായിട്ട് പോലും ജാമ്യം കിട്ടാൻ ബുദ്ധിമുട്ടാ. അപ്പൊ പിന്നെ ഈ പെണ്ണ് കേസിലൊക്കെ വക്കീലില്ലാതെ പോയാൽ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഭയങ്കര സന്തോഷിച്ച് രണ്ടുപേരും സംസാരിക്കുന്ന സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു, നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് കൊള്ളാലോടാന്ന് പറയണം. അപ്പോഴേക്കും ശ്രുതി ഞെട്ടിത്തെറിച്ചു നോക്കി. രവീന്ദ്രൻ പറഞ്ഞു, എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല കേട്ടോ. എടാ, നിന്നെ ആ ഏതോ ഒരു പെണ്ണ് പിടിച്ചോണ്ട് പോയ സമയത്ത് രക്ഷിക്കാൻ വേണ്ടി ആരാ ഉണ്ടായിരുന്നേ? ഈ പറയുന്ന സച്ചിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ എങ്കിലും ഇത്രയെങ്കിലും നന്ദി കാണിക്കടാ. എന്നിട്ട് അവനൊരു ആപത്ത് വന്നു കഴിഞ്ഞപ്പോ മാറി എന്ന് കുറ്റം പറഞ്ഞ് ചിരിക്കുന്നു. രണ്ടുപേരും കൂടെ കൊള്ളാം. അപ്പോഴേക്കും രേവതി പറഞ്ഞു, ശ്രുതി ശ്രുതി എന്തേലും പറഞ്ഞോട്ടെ, പക്ഷെ നീ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം നിന്റെ സഹോദരനല്ലേ, ഒരേ ചോരയല്ലേ. എന്നിട്ടാണോ അവനൊരു ആപത്ത് വന്നു കഴിയുമ്പോഴത്തേനും ഇങ്ങനെ മാറിയിരുന്ന് ചിരിക്കുന്നതും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത്? കഷ്ടം ഉണ്ട് കേട്ടോ എന്ന് പറയണം. അതും കൂടെ ഒട്ടും ഇങ്ങോട്ട് സൂചിച്ചില്ല ശ്രുതിക്കും. അപ്പോഴേക്കുമാണ് അച്ഛമ്മയും വർഷയും ശ്രീകാന്തും കൂടെ ഇങ്ങോട്ട് വരുന്നേ. അവരെ മാത്രമേ കണ്ടുള്ളൂ, സച്ചിയെ മാത്രം കണ്ടില്ല. ആ സമയത്ത് രേവതിയാണെങ്കിൽ വല്ലാത്തൊരു ഞെട്ടലോട് നോക്കുവാണ്. അപ്പൊ സച്ചിയേട്ടൻ ജാമ്യം കിട്ടിയില്ലേ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു. അച്ഛമ്മ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ രവീന്ദ്ര ചോദിച്ചു, അല്ല സച്ചി എന്തേ? അവനെ ജാമ്യത്തിലെടുക്കാൻ അമ്മ പോയിട്ട്. അവനെ ജാമ്യത്തിലെടുക്കാനല്ലല്ലോ ഞാൻ പോയത്, അവൻ നിരപരാധി എന്ന് തെളിയിച്ച് അവനെ കൂട്ടിക്കൊണ്ട് വരാനല്ലേ. ശ്രുതി പറഞ്ഞു, അവനെ വിട്ട് കാണത്തില്ല, കാരണം പെണ്ണ് കേസല്ലേ, അങ്ങനെ പെട്ടെന്ന് വിടത്തില്ലല്ലോ. ശ്രുതിക്ക് വീണ്ടും സന്തോഷം. അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, ആര് പറഞ്ഞു വിട്ടില്ലെന്ന്? എടാ സച്ചി, ഇങ്ങോട്ട് കേറി വാടാ മോനെന്ന് പറയണം. ഗേറ്റ് കടന്ന് സച്ചി അങ്ങോട്ട് വന്നു. സച്ചിയെ കണ്ടപ്പം ശ്രുതിയുടെ ഒക്കെ മുഖം കടന്നലും ഉത്തിയോലേപ്പേ. ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല സച്ചി ഇങ്ങോട്ടേക്ക് വരൂന്ന്. സച്ചിയെ കണ്ടപ്പോൾ രവീന്ദ്രൻ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയാണ്. പിന്നീട് സച്ചി പറഞ്ഞു, അച്ഛാ ഞാനൊരു തെറ്റും എനിക്കറിയാടാ മോനെ, നീ ഒരു തെറ്റ് ചെയ്യില്ലെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാനും അമ്മേ ഞങ്ങളൊന്നും വിശ്വസിച്ചിട്ടില്ല. പിന്നീട് രേവതിയുടെ അടുത്തേക്ക് വന്നു. രേവതിയാണ് കരയുമായിരുന്നു. രേവതി പറഞ്ഞു, സച്ചിയെണ്ണ വിട്ടല്ലോ, എനിക്ക് സമാധാനമായി. അച്ഛൻ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ജാമ്യത്തിലെടുക്കാനല്ല പോയത്, നിരപരാധി എന്ന് തെളിയിച്ച് തിരികെ കൊണ്ടുവരാനാണ് ഇവനെ. രവീന്ദ്രൻ പറഞ്ഞു, എനിക്കല്ലേലും അമ്മയെ വിശ്വാസം ഉണ്ടായിരുന്നു, കാരണം അമ്മ പോയിട്ടുണ്ടെങ്കിൽ കാര്യം സാധിക്കുമെന്ന് എനിക്കറിയായിരുന്നു. വർഷ പറഞ്ഞു, അച്ഛമ്മയുടെ പെർഫോമൻസ് ഒന്ന് കാണേണ്ട തന്നെയായിരുന്നു പോലീസ് സ്റ്റേഷനിൽ. ആ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു, അതെ, അച്ഛമ്മ ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ. രേവതി ചോദിച്ചു, അല്ല ഇതെങ്ങനെ സാധിച്ചു? ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോഴേക്കുമാണ് സച്ചി പറയണേ, അത് എല്ലാ ആന്റണിയുടെ പണിയായിരുന്നു, അവൻ ചെയ്തു കൂട്ടിയ വേലയാ, അവൻ കള്ളത്തരം കാണിച്ച. പിന്നെ ആ പെണ്ണിന്റെ വീട്ടിൽ പോയിട്ട് അച്ഛമ്മ വർഷ ശ്രീകാന്തൊക്കെ അവളെ കൂട്ടിക്കൊണ്ടുവന്നു, കള്ളപ്പരാതിയെന്ന് തെളിയുകയും ചെയ്തു. ഒടുവില് അവനെ പിടിച്ച് ജയിലിലിട്ടുണ്ട്, അവന് തക്കതായ ശിക്ഷ കൊടുത്തിട്ടുണ്ട്. രേവതി പറഞ്ഞു, എന്നാലും അവൻ ഇത്രയ്ക്ക് ദുഷ്ടനാണോ? നമുക്ക് ഓരോരുത്തരുടെ മനസ്സൊന്നും പ്രവചിക്കാൻ പറ്റില്ല മോളെ രേവതി എന്ന് രവീന്ദ്രൻ പറഞ്ഞു. കണ്ടില്ലേ, അവൻ ഓരോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടി വെച്ചേ, അവൻ ദുഷ്ടനാന്നുള്ള കാര്യം അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ. സച്ചി പറഞ്ഞു, അവൻ എത്ര ദുഷ്ടനാണെങ്കിലും ശരി, അവനെ ഞാൻ ലോക്കപ്പിൽ കയറ്റില്ലേ. ഇനി അവൻ പുറലോകം കാണാൻ കുറച്ച് ദിവസം എടുക്കും. അവൻ പുറത്തേക്ക് വരട്ടെ, അവനിട്ടുള്ള ഞാൻ വെച്ചിട്ടുണ്ട്. കുറച്ചേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ സ്റ്റേഷനിൽ വെച്ച്, ബാക്കി അവൻ പുറത്തിറങ്ങിക്കുന്ന സമയത്ത് ഞാൻ കൊടുക്കും. രേവതി, വേണ്ട സച്ചിയേട്ടാ, ഇനി വഴക്കിനും പ്രശ്നത്തിനൊന്നും പോകണ്ട. പോവണ്ടെന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേങ്കിലുണ്ടല്ലോ, അവനെ പോലെയുള്ള ഒരുത്തന്മാരൊക്കെ പുറത്തിറങ്ങി വിലസ് നടന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇത് ആവർത്തിക്കും. അവനുടെയും വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ശ്രുതിയുടെ ഒക്കെ മുഖം വല്ലാതിരിക്കുക. അച്ഛൻ ചോദിച്ചു, എന്ത് പറ്റി രണ്ടുപേരുടെ മുഖം ഇങ്ങനെ ഇരിക്കുന്നേ? ഇവൻ വന്ന് ഇഷ്ടപ്പെട്ട് കാണത്തില്ലല്ലേ? സച്ചി പറഞ്ഞു, അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ അച്ഛമ്മേ, ഞാൻ പുറത്തൊന്നും ഇഷ്ടപ്പെട്ട് കാണത്തില്ല, ഞാൻ ജയിലിലേക്ക് പോകണമെന്നായിരിക്കും ആഗ്രഹം. ശ്രുതി പറഞ്ഞു, പിന്നെ എനിക്ക് അങ്ങനെയൊന്നും ആഗ്രഹമില്ല. രവീന്ദ്രൻ പറഞ്ഞു, വേണ്ട ശ്രുതി, നീ കൂടുതലൊന്നും പറയണ്ട. ആ സമയം അച്ഛൻ പറഞ്ഞു, മോളെ നീ ഒരു കാര്യം ചെയ്യാ, നീ സച്ചിയും കൂടെ അങ്ങോട്ടേക്ക് കയറിപ്പോ, ഇവനും അടുത്ത് വന്നല്ലേ എന്ന് പറയണം. സച്ചി രേവതിയുടെ വിരിച്ചാറ് ഉന്തിക്കൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അങ്ങനെ എല്ലാവരും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രന് നല്ല സങ്കടം ഉണ്ടായിരുന്നു. രവീന്ദ്രൻ അച്ഛമ്മയുടെ അടുത്തേക്ക് വന്നു. അച്ഛമ്മയോട് പറഞ്ഞു, എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. നന്ദി പറയാനോ? എന്തൊക്കെയാണ് നീ പറയണേ? അല്ല, അമ്മയില്ലായിരുന്നെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എടാ മോനെ, ശരിക്കും പറഞ്ഞാല് നീ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്കറിയായിരുന്നു അവൻ തെറ്റും ചെയ്തിട്ടില്ലെന്ന്. അല്ല, അമ്മയ്ക്ക് എങ്ങനെ ഈ ധൈര്യം വന്നു? ധൈര്യം എടാ, അതൊക്കെ നമുക്ക് ആ സമയത്തുണ്ടാവും. നമ്മൾ അത്ര വലിയ ഇതായിട്ടാണോ? ഒരിക്കലും അല്ല. നമ്മുടെ ഓരോ അനുഭവം വന്നു കഴിയുമ്പോൾ, നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മളതിനെ എങ്ങനെയെങ്കിലും തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കും. എടാ, നീ എൻ്റെ മോനായിട്ട് നിനക്കിതില്ലാതെ പോയല്ലോ. അമ്മ എനിക്ക് വാത്സല്യം തന്നില്ലേ വളർത്തിക്കൊണ്ട് വന്നേ, ധൈര്യം തന്നില്ലായിരുന്നല്ലോ. ധൈര്യം തരുമായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ആയാനും. ഒന്ന് പോടാ അവിടുന്ന്.
അമ്മ അമ്മയ്ക്കറിയാലോ, സച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എടാ അവൻ എന്ത് സംഭവിക്കാനാ? അവനൊന്നും സംഭവിക്കില്ല. അവൻ നിന്നോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും. ഉം, അല്ല, എന്നെ കൊണ്ട് പറ്റുന്നത്രോളം കാലം, എന്നെ കൊണ്ട് താങ്ങാവാൻ പറ്റുന്നത്രോളം കാലം അവൻ എന്ത് ആപത്ത് വന്നാലും ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വരും. പിന്നെ നീ വേണം ഈ കുടുംബത്തെ തളരാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അറിയാലോ, ഇതുപോലെ പല പ്രതിസന്ധി ഘട്ടങ്ങൾക്ക് ഇനിയും ഉണ്ടാവും ജീവിതത്തിൽ. നീ അവർക്ക് ധൈര്യം കൊടുത്ത് അവരെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കണം. നിന്റെ കൈ ഒരിക്കലും ഇടറാനായിട്ട് പാടില്ല. അതൊക്കെ എനിക്കറിയാമേ. പക്ഷെ അമ്മയുടെ അത്ര ധൈര്യവും കാര്യങ്ങളൊന്നും എനിക്കില്ല. എടാ, ഇത് ധൈര്യത്തിന്റെ ഒന്നും അല്ല. നമ്മൾ ആ സമയത്ത് എടുക്കുന്ന തീരുമാനമാണ്. നമ്മൾ ഉറച്ചൊരു തീരുമാനം എടുത്ത് അതുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. ആരുടെ മുന്നിൽ തല കുനിക്കരുത്. അമ്മയ്ക്കറിയാലോ, ഞാൻ ഈ കുടുംബത്തെ മക്കളെയൊക്കെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. എനിക്കറിയാടാ. അതുകൊണ്ടല്ലേ ഞാനിപ്പോൾ ഇറങ്ങി തിരിച്ചേ. നീ പേടിക്കണ്ട. സച്ചിക്ക് ഒരു ആപത്തൊന്നും സംഭവിച്ചില്ലോ. പിന്നെ ആന്റണിക്കും കൂട്ടർക്കും നല്ല പണി തന്നെ കൊടുക്കുകയും ചെയ്തല്ലോ. ഇനിയിപ്പോൾ അവന്റെ ശല്യം കുറച്ച് നാളത്തേക്ക് ഉണ്ടാകത്തില്ല. നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കലാവതി അച്ചമ്മ രവീന്ദ്രനെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ രാത്രിയായി കഴിഞ്ഞപ്പം രേവതിയെ പതുക്കെ വീൽ ചെയർ ഇട്ടിക്കൊണ്ട് സിറ്റൗട്ടിലേക്ക് വന്ന് സച്ചി പറഞ്ഞു, എനിക്കറിയാം നീ ഇന്നലെ ആഹാരമൊന്നും കഴിച്ച് കാണത്തില്ലല്ലേ. അത് പിന്നെ സച്ചിയേട്ടാ വേണ്ട, കൂടുതലൊന്നും പറയണ്ട. അല്ല, സച്ചിയേട്ടൻ കഴിച്ചായിരുന്നോ? ഇല്ലല്ലേ, എനിക്കറിയാം സച്ചിയേട്ടൻ കഴിക്കില്ലാന്ന്. എന്നെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കും അത്. അല്ല, സച്ചിയേട്ടനെ അവർ ഉപദ്രവിക്കാൻ മറ്റോ ചെയ്തോ? അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലോക്കപ്പല്ലേ, പോരാത്തന്നെ ഞാൻ പ്രതിയായിട്ട് ചെന്നിരിക്കല്ലേ. എനിക്കറിയാം സച്ചിയേട്ടാ, ചെയ്യാത്ത തെറ്റിനല്ലേ സച്ചിയേട്ടനെ അവരകത്താക്കിയത്. ആന്റണി അവനിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, അവനൊന്ന് പുറത്തിറങ്ങിക്കോട്ടെ. വേണ്ട സച്ചിയേട്ടാ, എനിക്ക് ഇനി ശരിക്കും പേടിയാ. എൻ്റെ സച്ചിയേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എനിക്കാരാ ഉള്ളത്? മുമ്പത്തെ പോലെയല്ല സച്ചിയേട്ടൻ. എനിക്ക് പോറൽ സംഭവിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. എനിക്ക് സച്ചിയേട്ടൻ അത്രയ്ക്ക് ജീവനാ. അത് കേട്ടത് സച്ചി പറഞ്ഞു, നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നേ? എനിക്ക് നിന്നെ ഇഷ്ടമില്ലാന്നോ? അതുപോലെ തന്നെ എനിക്ക് നിന്നെ ഇഷ്ടമാ. നീ ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. രേവതി പറഞ്ഞു, അത് പിന്നെ സച്ചിയേട്ടാ, നീ ഇന്നലെ രാത്രി ഉറങ്ങി കാണത്തില്ലല്ലേ? എങ്ങനെ ഉറങ്ങാനാ? സച്ചിയേട്ടൻ ഇല്ലാതെ എനിക്ക് ഉറക്കം വരും തോന്നുന്നുണ്ടോ സച്ചിയേട്ടനെ കാണാതെ? സച്ചിയേട്ടൻ ഈ വീട്ടിൽ എവിടെയെങ്കിലും ഉണ്ടായാൽ മതി, എനിക്ക് സമാധാനമുണ്ട്. പക്ഷെ സച്ചിയേട്ടൻ ലോക്കപ്പിൽ കിടക്കാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സഹിച്ചില്ല. എൻ്റെ ജീവൻ കത്തിപ്പോയി. എങ്ങനെ സച്ചിയേട്ടനെ പുറത്തിറക്കും എന്നുള്ള ചിന്തകളായിരുന്നു മനസ്സറിയും. ഭാഗ്യത്തിന് അച്ചമ്മ ഉള്ളതുകൊണ്ട്. എന്നാലും കള്ളക്കേസല്ലേ രേവതി, അധികം നാള് അങ്ങനെ ഇരിക്കില്ല. പിന്നെ ആ പോലീസുകാർക്കൊരു തെറ്റുപറ്റി, അവരിതിനെക്കുറിച്ച് അന്വേഷിക്കണമായിരുന്നു. പിന്നെ SI എന്നോട് മാപ്പൊക്കെ പറഞ്ഞു. എല്ലാം അച്ചമ്മ കാരണം. അതെ, അച്ചമ്മയെ സച്ചിയേട്ടന് അത്രയ്ക്ക് ഇഷ്ടമല്ലേ, അതുപോലെ തന്നെ അച്ചമ്മയ്ക്ക് സച്ചിയേട്ടനെ. സച്ചി പറഞ്ഞു, അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? എനിക്ക് അത്രയധികം ഇഷ്ടമാണ് എൻ്റെ അച്ഛനും അച്ചമ്മയെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവൻ അവർ. അതുപോലെ തന്നെ ഇപ്പം രേവതി, നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അല്ല, ഉറങ്ങണ്ടേ? ഇന്നലെ നീ ഉറങ്ങിയില്ലോ, അത് സാരമില്ല. എനിക്ക് സച്ചിയേട്ടനെ കണ്ടുകൊണ്ട് കുറേ സമയം ഇങ്ങനെ ഇരിക്കാൻ തോന്നുന്നുണ്ട്. സച്ചിയേട്ടൻ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം. ഞാൻ പിന്നെ എവിടെ പോവാനാ? സച്ചി രേവതിയുടെ മടിയിലേക്ക് തല വെച്ചിങ്ങനെ, രേവതി സച്ചിയുടെ തലയിൽ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുക. കാരണം സച്ചിക്ക് അത്രമാത്രം സങ്കടം ഉണ്ടായിരുന്നു. രേവതിയുടെ കാര്യത്തിലായിരുന്നു വിഷമം. ഇവളെന്ത് ചെയ്യുമെന്നൊക്കെ ഓർത്തിട്ട്. പക്ഷേങ്കിൽ ഇപ്പൊ രേവതിക്ക് വേണേൽ സന്തോഷമായി, തൻ്റെ സച്ചിയേട്ടൻ വന്നല്ലോ എന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞു. രേവതിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാലിൻ്റെ ബാൻഡേജും കാര്യങ്ങളൊക്കെ എടുക്കുവാണ്. അങ്ങനെ അവർ വീട്ടിലേക്ക് തിരികെ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും രേവതി വണ്ടിയിൽ നിന്ന് ഇറങ്ങി കാല് നിരത്ത് കുത്തി കഴിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു, അല്ല നിനക്ക് നടക്കാൻ പറ്റുന്നുണ്ടോ? എനിക്കൊരു പ്രശ്നമില്ല. അല്ല, എന്തെങ്കിലും വേദനയുണ്ടോ? വേദനയൊന്നുമില്ല, ഡോക്ടർ പറഞ്ഞല്ലോ നടന്നോളാനായിട്ട്. അല്ല, ഡോക്ടർ പറഞ്ഞേ കുറച്ച് ദിവസം കൂടെ റെസ്റ്റ് എടുക്കണമെന്നല്ലേ? റെസ്റ്റ് എടുക്കണമെന്നും പറഞ്ഞില്ല. അന്ത സച്ചിയുടെ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ്, അല്ല കുറച്ച് ദിവസം കൂടെ എനിക്ക് നിന്നെ ഒക്കത്തെടുത്തോണ്ട് നടക്കാറുണ്ടല്ലോ. പിന്നെ സച്ചിയുടെ ഒരു കാര്യം, എനിക്കിപ്പോൾ കാലിന് ഒരു പ്രശ്നമില്ല, നടക്കണോ? പിന്നെന്താ? അതും പറഞ്ഞിട്ട് രേവതി അങ്ങ് നടന്നു. കാലിൻ്റെ ബാൻഡേജൊക്കെ അഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരകത്തേക്ക് കയറി വന്നു. ഈ സമയത്ത് അച്ചമ്മ പോകാനായിട്ട് ബാഗൊക്കെ റെഡിയാക്കി അങ്ങോട്ട് വരുമ്പം രവീന്ദ്രൻ ചോദിച്ചു, അല്ലമ്മേ, അമ്മയ്ക്ക് ഇന്ന് തന്നെ പോണോ? എടാ, അവിടെ 100 കൂട്ടം ജോലിയുണ്ട്. അതെല്ലാം ആ തിരക്കുകളൊക്കെ ഇട്ടിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അല്ലമ്മേ, അത് പിന്നെ അമ്മ അത്ര തിരക്കിട്ട് പോകേണ്ട കാര്യമുണ്ടോ? എടാ, ഇത്രയും ദിവസം ഞാനിവിടെ നിന്നില്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേനുമാണ് രേവതി സച്ചിയും കൂടെ അങ്ങോട്ട് വരുന്നത്. ആഹാ, മോളുടെ കാലയുടെ ബാൻഡേജൊക്കെ അടിച്ചോ? അതൊക്കെ അഴിച്ചു അച്ചമ്മേ, എനിക്കിപ്പോൾ ഒരു പ്രശ്നമില്ല, നടക്കാം. കൊള്ളാം, ഇനി എനിക്ക് സമാധാനത്തോടെ പോവാലോ. അപ്പോഴേക്കും വർഷം വന്നിട്ട് പറഞ്ഞു, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമല്ലേ ചേച്ചി കാല് നിലത്തി കുത്തുന്നേ? അതെ, 6 ആഴ്ചയ്ക്ക് ശേഷം. നിങ്ങളോട് എല്ലാവരുടെയും എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ, ഇത്ര ദിവസം എന്നെ ഇത്ര കാര്യമായിട്ട് കൊണ്ടുവരുന്നതിന്. സച്ചി പറഞ്ഞു, ഞാൻ പറഞ്ഞ കുറച്ച് ദിവസം കൂടെ നടക്കണ്ടാന്ന്.
ഹ, അത് സച്ചേട്ടൻ എന്നെ തോളെടുത്തോണ്ട് നടക്കാനല്ലേ, അത് വേണ്ട. അത് കേട്ടപ്പത്തേനും എല്ലാരും കൂടെ ചിരിക്കണം. അച്ചമ്മയോട് രേവതി ചോദിച്ചു, അല്ല അച്ചമ്മ, അച്ചമ്മയ്ക്ക് പോണം? എനിക്കിപ്പോ പോണം മോളെ. മോൾക്ക് ഇനിയിപ്പം കാലിന് പ്രശ്നമൊന്നും ഇല്ലല്ലോ, പോരാത്തിന് ഇവിടെ എല്ലാരും ഉണ്ടല്ലോ. മോള് നടക്കാനും തുടങ്ങിയില്ലേ, ഇനിയിപ്പം ഞാൻ ഇടയ്ക്ക് വരാം എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ രേവതിക്ക് സങ്കടമായി. അച്ചമ്മ പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.